ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നത് കേരള ടൂറിസത്തിൻ്റെ പരസ്യവാചകമാണ്. എന്നാൽ ഈ വാചകത്തെ പിന്നോട്ടടിക്കുകയാണ് ഒരു ചരിത്ര നിർമ്മിതി. മാളയിലെ ചരിത്രപ്രസിദ്ധമായ ജൂത സിനഗോഗിന് 5 മാസമായി മേൽക്കൂരയില്ല. അവിടെ ടാർപ്പായ വലിച്ചു കെട്ടിയാണ് ഈ മഴയിൽ നിന്നും വെയിലിൽ നിന്നുമൊക്കെ ആളുകൾ രക്ഷ നേടുന്നത്. ആ ചരിത്ര നിർമ്മിതിയുടെ ദുരവസ്ഥ ഒന്ന് കണ്ടുവരാം. AD 100 സ്ഥാപിച്ചുവെന്ന് കരുതുന്ന മാളയിലെ ചരിത്ര പ്രാധാന്യമുള്ള സിനഗോഗാണ് ഈ കാണുന്നത്. ജൂണിൽ പെയ്ത കനത്ത മഴയിൽ ഈ ചരിത്ര നിർമ്മിതിയുടെ മേൽക്കൂര തകർന്നു. മാസങ്ങൾ പിന്നിടുന്നു. മേൽക്കൂര തകർന്ന കെട്ടിടം ഇപ്പോഴും അപകടാവസ്ഥയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അധികൃതർ മാത്രം ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്നു. 1-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ, ക്രിസ്താബ്ദ 1-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായ ജൂതന്മാർക്ക് എതിരുണ്ടായ വലിയ ഒരു ആക്രമണവും അതിനെ തുടർന്ന് ജൂതന്മാർ ലോകത്തിൻ്റെ മഹാപ്രയാണം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോയി പെട്ട ലോകത്തിലെ ഏകദേശം 140ഓളം രാജ്യങ്ങളിൽ ഈ ജൂതന്മാർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ അങ്ങനെ എത്തിച്ചേർന്ന ഒരു പ്രദേശമാണ് മാള എന്ന് പറയുന്നത്. മാളയിൽ ഏകദേശം ഒരു 100 വർഷത്തെങ്കിലും ഒരു പാരമ്പര്യം മാളയിൽ ഈ യഹൂദ അധിവാസത്തിനുണ്ട് എന്നാണ് MGS ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാർ അവരുടെ പഠനത്തിലൂടെ തെളിയിച്ചിട്ടുള്ളത്. ചരിത്ര പ്രാധാന്യമേറെ, 1000-ലേറെ വർഷം പഴക്കം, മാളയ്ക്കെന്നല്ല തൃശ്ശൂരിന് തന്നെ തലയെടുപ്പായ ഇടം. പൈതൃക പട്ടികയിൽ ഇടം നേടി പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിൽ മുസരീസ് പദ്ധതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതാണ് സിനഗോഗ്. പക്ഷെ കഴിഞ്ഞ 5 മാസമായി മേൽക്കൂരയില്ല എന്ന് പറഞ്ഞാൽ ആരും മൂക്കത്തു വിരൽ വച്ചു പോകും. കനത്ത മഴയിൽ ജൂൺ 12-നാണ് മേൽക്കൂര നിലം പതിച്ചത്. മെയ് 29-ന് പുരാവസ്തു വകുപ്പിന്റെ വിദഗ്ധർ മേൽക്കൂര പരിശോധിച്ച അപകടാവസ്ഥയെപ്പറ്റി സിനഗോഗിന്റെ സംരക്ഷണ ചുമതല നിർവഹിക്കുന്ന മുസരീസ് പ്രൊജക്ട് ലിമിറ്റഡിനെ അറിയിച്ചിരുന്നു. ആവശ്യമായ നടപടിയെടുക്കാമെന്ന ഉറപ്പ് അന്നു തന്നെ മുസരീസ് ലിമിറ്റഡ് പുരാവസ്തു വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു. പുരാവസ്തു വകുപ്പിന്റെ അറിയിപ്പ് കിട്ടി 14-ാം ദിവസം സിനഗോഗിന്റെ മേൽക്കൂര വീണു. അതിൻ്റെ ചുറ്റുമതിൽ നിർമ്മിക്കും. അവിടെ സിനഗോഗിൻ്റെ അതിന് ഗോപുരവും അതിൻ്റെ പടിവാതിലും അതൊക്കെ നിർബന്ധിക്കും. അതുപോലെ തന്നെ ശ്മശാനത്തിനകത്ത് അവർ അവിടെ അതൊരു പാർക്ക് പോലെ അതിൻ്റെ പൈതൃക സ്വഭാവവും നഷ്ടപ്പെടാത്ത വിധത്തിൽ മറ്റ് വലിയ നിർമ്മാണങ്ങളില്ലാതെ അതിന് നല്ല ഒരു പാർക്കായിട്ട് സംരക്ഷിക്കാനുള്ള അതും ഒക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മേൽക്കൂര വീണതിൻ്റെ തൊട്ടടുത്ത ദിവസം പുരാവസ്തു വകുപ്പിന്റെയും മുസരീസ് പൈതൃക പദ്ധതിയുടെയും മാള ഗ്രാമപഞ്ചായത്തിന്റെയും അധ്യക്ഷന്മാർ മാള ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്ന അടിയന്തരമായി താൽക്കാലിക സംരക്ഷണ നടപടികൾ സ്വീകരിക്കാനും തുടർന്ന് പരമ്പരാഗത രീതിയിൽ സിനഗോഗിന്റെ മേൽക്കൂര പുനഃസ്ഥാപിക്കാനും തീരുമാനിച്ചു. ആദ്യം മേൽക്കൂരയുടെ മധ്യഭാഗത്തും പിന്നീട് മുഴുവനായും ടാർപ്പായ കൊണ്ട് മൂടി. പിന്നിങ്ങോട്ട് മേൽക്കൂര പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഈ മാള യഹൂദ സിനഗോഗ് ഇന്ന് പലർക്കും ഒരു കറവപ്പശുവാണ്. ഈ സിനഗോഗിൻ്റെ മേൽക്കൂര അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ മുസരീസ് പ്രൊജക്ട് ലിമിറ്റഡിനും സർക്കാരിലോട്ടുമെല്ലാം ജില്ലാ കളക്ടർക്കുമെല്ലാം പരാതി നൽകിയിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. സ്ഥലത്തെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി കെ രാജൻ, ബെന്നി ബെഹനാൻ MP തുടങ്ങിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി മേൽക്കൂര അതേ മാതൃകയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പു നൽകി. എന്നാൽ സ്ഥിരം മേൽക്കൂര ഇനിയും യാഥാർത്ഥ്യമായില്ല. നൂറ്റാണ്ടുകളുടെ പെരുമ പേറുന്ന ഈ ചരിത്ര നിർമ്മിതി മാളയിൽ തലയെടുപ്പോടെ നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഇനിയെങ്കിലും അധികൃതർ മൗനം വെടിയണമെന്നതാണ് പൊതുജനം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. മോഹനൻ പിലാത്തറ പറയുന്നു, വാചകമടിയുണ്ടെങ്കിൽ ഏതുൽപ്പന്നവും വിറ്റഴിക്കപ്പെടും. അതുപോലെ തന്നെയാണ് ഈ ടൂറിസം മേഖലയുടെ കാര്യത്തിലും. മേൽക്കൂരയില്ലെങ്കിലും പബ്ലിസിറ്റി ഉണ്ടല്ലോ എന്നാണ് മോഹൻ പിലാത്തറ പറയുന്നത്. അതുപോലെ ടോമി തോമസ് പറയുന്നു, ഈ സിനഗോഗ് പുനർനിർമ്മിക്കണം എന്ന കാര്യം. മറ്റൊരു പ്രതികരണം വന്നിട്ടുള്ളത് സുകുമാരൻ KK പറയുന്നു, ജനപ്രതിനിധികൾക്ക് അഴിമതി നടത്താനുള്ള ലൈസൻസാണ് നമ്മുടെ വോട്ടെന്ന്. അങ്ങനെയല്ല, ജനപ്രതിനിധികൾ അവർ എല്ലാവരും അഴിമതിക്കാർ എന്ന് നമ്മൾ കരുതേണ്ടതില്ല. എത്രയോ ജനപ്രതിനിധികൾ വളരെ
ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന, അഹോരാത്രം പ്രയത്നിക്കുന്ന എത്രയോ ആളുകൾ, സാധാരണക്കാരായ, ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് സാധാരണക്കാരായ പഞ്ചായത്ത് മെമ്പർമാരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ജോലിയുണ്ട്. അവർക്ക് ഈ ജനക്ഷേമത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അധികം ഉത്തരവാദിത്വവും ഉള്ളവരാണ്. ഏതായാലും നമ്മുടെ വോട്ടവകാശം അത് കൃത്യമായി വിനിയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഏതായാലും ഈ സിനഗോഗുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ ഒന്ന് കണ്ടുവരാം. ആ പൊളിച്ചിട്ട് പോയെന്ന് വെച്ചാൽ അനാഥ പ്രേതം പോലെയാണ് കിടക്കണേ. ഇപ്പം ചെയ്യുന്നത് വേറൊരു ആൾക്കൊരു ഗുണമില്ല. 2-3 സെക്യൂരിറ്റിക്കാർക്കുണ്ട്, അവർക്ക് ശമ്പളം കൊടുത്തിരിക്കാം. പിന്നെ ഇവിടെ കടയുള്ളതാണെന്ന് എല്ലാവരും ഒഴിപ്പിച്ച് ഇപ്പോൾ അവരനാഥയായി, ഞാനടക്കം അനാഥ. പൈതൃകപരമായിട്ടുള്ള മാളയിലെ ഒരു ഏറ്റവും വലിയൊരു ലാൻഡ്മാർക്കാണ് ഈ യഹൂദ പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാൻഡ്മാർക്ക് സംരക്ഷിക്കുക എന്നുള്ളത് മാളക്കാരുടെ എല്ലാവരുടെയും ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിനുള്ള നടപടികളൊക്കെ ആയിട്ട് ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കൊല്ലമായിട്ട് ഭരിക്കുന്നൊരു ഭരണം. അവർ ഈ പറഞ്ഞ 75 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് അത് നവീകരിച്ചു എന്ന് പറയുന്നത്. ഈ 75 ലക്ഷം രൂപ ചിലവാക്കി നവീകരിച്ചു എന്ന് പറയുന്ന ഈ സിനഗോഗ്, ആ ഒരു കാശുണ്ടായിരുന്നെങ്കിൽ പുതിയൊരു 3 സിനഗോഗ് പണിയാമായിരുന്നു. അതിൽ നടന്ന അഴിമതി ആദ്യം തന്നെ അന്വേഷിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.